പിറ്റേന്ന് രാവിലെ അമ്പലത്തിൽ ഉത്സവത്തിന് കൊടിയേറുകയാണ്. അതിനു വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ് നാഗമ്പടത്തിലെ എല്ലാവരും. ഷീതുമോൾ എവിടെ? എല്ലാവരും വന്നിട്ടും ഹാളിലേക്ക് അവളെ മാത്രം കാണാഞ്ഞതും മുത്തശ്ശി എല്ലാവരോടുമായി ചോദിച്ചു. അത് കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി. ഞാൻ പോയി നോക്കിയിട്ട് വരാം മുത്തശ്ശി, ആര്യ അവരെ നോക്കി പറഞ്ഞു. മോള് പോയി വിളിച്ചിട്ട് വാ. മുത്തശ്ശി തിരികെ പറഞ്ഞതും ആര്യ അവളെ വിളിക്കാൻ പോകാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും ഷീതു താഴേക്ക് ഇറങ്ങി വന്നിരുന്നു. അവളെ കണ്ടതും എല്ലാവരും അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അവൾ ഒരു ഡാർക്ക് ലാവണ്ടർ കളർ സാരിയായിരുന്നു വേഷം. ബ്ലൗസിൽ ചെറിയ പഫൊക്കെ വെച്ച് തയ്ച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് സാരി ഞൊറിഞ്ഞുടുത്തിട്ടുണ്ട്. ഡാർക്ക് ലാവണ്ടർ ആയതുകൊണ്ട് തന്നെ അവളുടെ മുഖത്തിന് അത് നന്നായിട്ട് ഭംഗി തോന്നിച്ചിരുന്നു. മുടി കുളിച്ചിട്ട് അയച്ചിട്ടിരിക്കുകയാണെങ്കിലും ഡ്രയർ ഉപയോഗിച്ച് ഉണക്കിയതുകൊണ്ട് കുറച്ച് പറന്നായിരുന്നു കിടന്നിരുന്നത്. നല്ല കട്ടിയുള്ള മുടി അരയോളം ഉള്ളതുകൊണ്ട് തന്നെ അവളത് അയച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും കുറച്ച് മുടിയെടുത്ത് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ത്തിൽ മിന്നുമാലയല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാതിൽ ചെറിയൊരു സ്റ്റഡിന്റെ കമ്മലായിരുന്നു ഉണ്ടായിരുന്നത്. അത് വൈറ്റ് പേൾ ആയതുകൊണ്ട് ആ സാരിയുടെ ഒപ്പം നല്ല മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കയ്യിൽ അവളുടെ ചെയിനും മറുകൈയിൽ ഒരു വാച്ചും കെട്ടിയിട്ടുണ്ട്. വലത് കൈയിൽ കല്യാണ മോതിരവും ഇടത് കൈയിൽ ഒരു കുഞ്ഞു കല്ലിന്റെ മോതിരവും ഇട്ടിട്ടുണ്ട്. നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ട് തൊട്ടിട്ടുണ്ട്. കണ്ണുകൾ ചെറുതായി ഒന്ന് എഴുതിയിട്ടുണ്ട്. മറ്റൊരു തരത്തിലുള്ള മേക്കപ്പുകളോ അലങ്കാരങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൾ സാരി ഉടുത്ത് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരു ഐശ്വര്യം തോന്നി എല്ലാവർക്കും. ദേവേട്ടന്റെ മോൾ എന്ത് സുന്ദരിയാണല്ലേ, സീത തന്റെ അടുത്ത് നിൽക്കുന്ന ശാന്തിയോടെ പറഞ്ഞു. കേട്ടതും അവരും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ദേവനാണെങ്കിൽ തന്റെ മകളെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ്, ഒരു ചെറിയ പുഞ്ചിരിയോടെ. അവൾ ഹാളിലേക്ക് ഇറങ്ങി വന്നതും കാണുന്നത് എല്ലാവരും തന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. അത് കണ്ടതും അവൾക്ക് വല്ലാത്തൊരു ചളുപ്പ് പോലെ തോന്നി. തന്റെ ഡ്രസ്സിങ്ങിലോ ഒരുക്കത്തിലോ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുന്നത് എന്നുള്ള സംശയമായിരുന്നു അവൾക്ക്. എല്ലാവരും എന്താ ഇങ്ങനെ നോക്കുന്നേ? അവരുടെ എല്ലാവരുടെയും നോട്ടം കണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചു. എന്റെ പൊന്നു ചേച്ചി, എന്താ ഞങ്ങളെ കാണുന്നത്? നന്ദ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. അതെന്താ നന്ദേ, സാരി ബോറാണോ മോളെ? അത് കേട്ടതും അവൾ സംശയത്തോടെ നന്ദയോട് ചോദിച്ചു. ബോറോ? എന്റെ പൊന്നു ചേച്ചി സൂപ്പറാണെന്നാ പറഞ്ഞത്. ഇപ്പൊ കാണാൻ എന്തു ഭംഗിയുണ്ടെന്നറിയാവോ? ആര് കണ്ടാലും കണ്ണുവെക്കും, ഒരു സിനിമാ നടിയെ പോലെ. ആരുഷി അവളെ നോക്കി പറഞ്ഞു. അത് കേട്ട് അവൾ ആരുഷി ഒന്ന് കൂർപ്പിച്ചു നോക്കി. തന്നെ അവരെല്ലാവരും കൂടി കളിയാക്കുകയാണോ എന്നുള്ള സംശയമായിരുന്നു അവൾക്ക്. നിങ്ങളെല്ലാരും കൂടി എന്നെ കളിയാക്കുവാണോ? സാരി ഉടുത്തത് ബോറായോ അച്ഛാ? അവൾ എല്ലാവരെയും നോക്കി പറഞ്ഞതിന് ശേഷം ദേവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്റെ കുട്ടി ഇങ്ങ് വന്നേ. അവൾ അങ്ങനെ പറയുന്നത് കേട്ട് മുത്തശ്ശി അവളെ അടുത്തേക്ക് വിളിച്ചു. അത് കേട്ടതും ഒരു പുഞ്ചിരിയോടെ അവൾ മുത്തശ്ശിയുടെ മുൻപിലേക്ക് ചെന്ന് നിന്നു. കണ്ണു വെക്കാതിരിക്കാൻ ഒന്ന് ഒഴിഞ്ഞ ശേഷം നെറ്റിയിൽ വെച്ചത് ഞൊട്ട കേൾപ്പിച്ചു. വാസുദേവനും ഗോവിന്ദനും അത് കണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അവർക്കാണെങ്കിൽ അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്റെ കുട്ടി ഇത് സുന്ദരിയായിട്ടുണ്ട്, ആരും കളിയാക്കിയതല്ല, അവരുള്ളത് തന്നെയാ പറഞ്ഞത്, ഒരു മഹാലക്ഷ്മിയെ പോലെയുണ്ട്. മുത്തശ്ശി അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. ഈ സാരി എവിടെന്നാ ചേച്ചി വാങ്ങിയത്? എന്ത് രസമുണ്ടെന്നറിയോ സാരി കാണാൻ? വീണ അവളുടെ സാരിയിൽ ഒന്ന് പിടിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. മുത്തശ്ശിയും ദേവനും ആണെങ്കിൽ പിള്ളേരുടെ ഓരോ കാട്ടിക്കൂട്ടലുകൾ കണ്ട് ചിരിക്കുകയായിരുന്നു. വീണേ, മോടെ സാരി നശിപ്പിക്കാതിരിക്കെ, നീ അത് പിടിച്ചു നോക്കി അതൊന്ന് കീറി കൊടുക്കരുത്, ശാന്തി അവളെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൾ പെട്ടെന്ന് ഷീതുവിന്റെ അടുത്ത് നിന്നും മാറി. അതൊന്നും സാരമില്ല ചെറിയമ്മേ, അങ്ങനെയൊന്നും ഈ സാരി കീറിപ്പോവില്ല. ഇതെന്റെ ഇച്ചായൻ എനിക്ക് ബർത്ത്ഡേക്ക് വാങ്ങി തന്നതാ. അന്ന് ഇച്ചായന്റെ നിർബന്ധത്തിന് ഒരു തവണ ഉടുത്തതാ, പിന്നെ ഇതുവരെ ഞാൻ ഉടുത്തിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഞാൻ അമ്പലത്തിലേക്ക് വരികയല്ലേ, അപ്പോൾ പിന്നെ ഇന്ന് ഇത് ഉടുത്തോണ്ട് വരാമെന്ന് കരുതി. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു. ഇന്ന് താമസിക്കേണ്ട, കൊടിയേറ്റിന് മുമ്പ് നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. ഗോവിന്ദ പറഞ്ഞതും എല്ലാവരും ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ആരുഷി, കുഞ്ഞിനെ ഞാനെടുക്കാം. ഷീതു കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്നും വാങ്ങാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ചേച്ചിയുടെ സാരിയൊക്കെ വൃത്തികേടാകും. ആരുഷി അവളെ നോക്കി തിരികെ പറഞ്ഞു. അതൊന്നും സാരമില്ല, ഞാൻ എടുത്തോളാം. അവൾ വീണ്ടും കുഞ്ഞിനെ എടുക്കാനായി ശ്രമിച്ചു. മോളെ, നീ നന്നായിട്ട് സാരി ഉടുത്തോണ്ട് വന്നതാ. ആ പ്ലീറ്റ് ഒക്കെ കാണാൻ എന്തു ഭംഗിയാണെന്നറിയോ? കുഞ്ഞിനെ എടുത്ത് അതൊക്കെ ചുളുങ്ങിപ്പോകും. അമ്പലത്തിൽ നിന്നും തിരികെ വരുമ്പോ പിന്നെ കുഞ്ഞിനെ എടുത്താലും കുഴപ്പമില്ലല്ലോ. സീത പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല. ചേച്ചിക്ക് സങ്കടമായോ? അവളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് നന്ദ വിഷമത്തോടെ അവളോട് ചോദിച്ചു. ഏയ് ഇല്ല, ഞാൻ എൻ്റെ ഇസുമോളെ പെട്ടെന്ന് ഓർത്തു. അവൾ വിഷമത്തോടെ അവരെ നോക്കി പറഞ്ഞു. അത് കേട്ടതും ദേവൻ ഉൾപ്പെടെ എല്ലാവർക്കും സങ്കടമായി. അപ്പോഴേക്കും വാസുദേവനും ഗോവിന്ദനും കാർ എടുക്കാൻ വേണ്ടി പോയിരുന്നു. അതുകൊണ്ട് തന്നെ അവരവിടെ ഉണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും രണ്ട് കാറുകളായിട്ട് മുറ്റത്തേക്ക് വന്നു. അത് കണ്ടതും അവരെല്ലാവരും വാതിലൊക്കെ പൂട്ടിയതിനു ശേഷം കാറിന്റെ അടുത്തേക്ക് നടന്നു. രണ്ട് കാറുകളിലായിട്ട് അവർ കയറാനായി തുടങ്ങിയപ്പോഴാണ് മുറ്റത്ത് മറ്റൊരു കാർ വന്ന് നിന്നത്. ഓ, വന്നു പടകള്. ആ കാറ് കണ്ടതും വീണ പതിയെ പറഞ്ഞു. വീണയുടെ അടുത്തായിട്ടായിരുന്നു ഷീതു നിന്നത്. അവൾ അങ്ങനെ പറയുന്നത് കേട്ട് ഷീതു സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ കാറിന്റെ പുന്നാര നാത്തൂന്റെയാ. വീണ പുച്ഛത്തോടെ പറയുന്നത് കേട്ട് ഷീതു മുൻപിലേക്ക് നോക്കി. ഒരു ചുവന്ന കാറായിരുന്നു അത്. അവരുടെ കാറിന്റെ മുൻപിലേക്കായിട്ട് ആ കാറും കൊണ്ടുവന്ന് നിർത്തി.
ഡ്രൈവർ സീറ്റിൽ നിന്നും ഒരു പെണ്ണ് പുറത്തേക്കിറങ്ങി. അവളും ഒരു സാരി തന്നെയായിരുന്നു വേഷം. ഒരു ചുവന്ന പട്ടുസാരി. കാതിലാണെങ്കിൽ ഒരു ജിമുക്ക് കിടപ്പുണ്ട്. കഴുത്തിലാണെങ്കിൽ പ്രൗഢിയും പ്രതാപവും കാണിക്കാൻ എന്നുള്ള രീതിയിൽ 3 മാലയാണ് കിടക്കുന്നത്. 2 കൈകളിലായിട്ട് 3-4 വളവീതവും കിടപ്പുണ്ട്. തലമുടി അഴിച്ചിട്ട് ചെറുതായി ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. മുഖത്തൊക്കെ ഫേഷ്യൽ ചെയ്തതും മേക്കപ്പ് ചെയ്തതുമായിട്ട് എടുത്തറിയാൻ സാധിക്കുന്നുണ്ട്. കണ്ണുകൾ നീട്ടി എഴുതി, നെറ്റിയിൽ പൊട്ടുതൊട്ട്, ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ട്, അങ്ങനെ എല്ലാം കൊണ്ടും താൻ എന്തോ ആണെന്നുള്ള ഭാവത്തോടെ അവൾ പുറത്തേക്കിറങ്ങി. കയ്യിലൊരു ബാഗ് ഇരിപ്പുണ്ട്. അവൾ ഡോർ അടച്ചിട്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു. പെട്ടെന്ന് പുറകിൽ നിന്നും 2 സൈഡിലായിട്ട് ഡോർ തുറന്നു. 2 സൈഡിൽ നിന്നും 4-5 വയസ്സ് തോന്നിക്കുന്ന 2 പെൺകുട്ടികളും പുറത്തേക്കിറങ്ങി. അതാണ് ചേച്ചിയുടെ 2 മക്കള്. ആരുഷി പതിയെ ഷീതുവിനെ നോക്കി പറഞ്ഞു. 2 പേരും ഫ്രോക്കൊക്കെ ഇട്ട് നല്ലതുപോലെ ഒരുങ്ങി തന്നെയായിരുന്നു വന്നിരുന്നത്. ആ കുട്ടികളുടെയൊക്കെ പേരെന്താ? ഷീതു സംശയത്തോടെ ചോദിച്ചു. ഇടത്തെ സൈഡിൽ നിന്ന് ഇറങ്ങുന്നത് ഭാഗ്യ. അതാണ് ചേച്ചിയുടെ മൂത്ത കുട്ടി. മറ്റേത് ഇളയത് നിത്യ. വീണ അവളെ നോക്കി മറുപടി പറഞ്ഞു. മുത്തശ്ശി, സനൂഷ വിളിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. താമസിച്ചത്? ഞങ്ങൾ അമ്പലത്തിലേക്ക് പുറപ്പെടാൻ നിൽക്കുകയായിരുന്നു. മുത്തശ്ശി അവളെ നോക്കി പറഞ്ഞു. ഹോ, എന്തു പറയാനാ മുത്തശ്ശി, ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് റബ്ബർ എടുക്കാൻ പണിക്കാരൻ വന്നത്. അതുകൊണ്ട് അങ്ങ് താമസിച്ചു പോയി. ഏട്ടന് ഒരുപാട് ഏക്കർ കണക്കിനില്ലേ? പ്രൗഢി പറയുന്നത് പോലെ അവൾ എല്ലാവരെയും നോക്കി പറഞ്ഞു. ഓവ് ഉണ്ട്. നന്ദ കളിയാക്കുന്നത് പോലെ പതിയെ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അനുഷയും അവള് പറയുന്നത് കേട്ട് അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവളാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ നിന്നു. റിനോഷ് വന്നില്ലേ? മുത്തശ്ശി കാറിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ കാറിയിരിപ്പുണ്ടല്ലോ അമ്മേ. ഗോവിന്ദനാണ് മറുപടി പറഞ്ഞത്. പുറത്ത് എന്തോരു ചൂടാ. ഏട്ടനാണെങ്കിൽ ചൂട് ഒട്ടും പറ്റില്ല. കാറിനകത്താകുമ്പോൾ AC ഉണ്ടല്ലോ. നിങ്ങളെല്ലാവരും ഇറങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി അമ്പലത്തിലേക്ക് പോവുകയാണെന്ന്. ഞാനാ ഏട്ടനോട് പറഞ്ഞത് വെയിലത്തിറങ്ങണ്ട, ഇപ്പൊ തന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോകാമെന്ന്. അവൾ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി പറഞ്ഞു. അവള് കണ്ടു പറയുകയാണെന്ന് അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായി. അതെന്താ ചേച്ചി, അമ്പലത്തിൽ ചൂടില്ലേ? അമ്പലവും തുറസായ സ്ഥലം തന്നെയല്ലേ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെന്നാലും വെയിൽ കൊള്ളാനല്ലേ പോകുന്നത്? നന്ദയാണ് പെട്ടെന്ന് മറുപടി കൊടുത്തത്. വീണയ്ക്കും ആരുഷിക്കും എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിലും അവരുടെ 2 പേരുടെ നാത്തൂനായതുകൊണ്ട്, അവൾ അവിടുത്തെ മകളായതുകൊണ്ടും അവരെ ഒന്നും തന്നെ പറയാതെ എല്ലാം വിഴുങ്ങിക്കളയുകയായിരുന്നു. എന്നാൽ അവള് പറയുന്നതിനൊക്കെ മറുപടിയായി നന്ദ തന്നെയെല്ലാം പറഞ്ഞിരുന്നത്. നന്ദ എല്ലാം കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു കുട്ടിയല്ലെന്നും അവൾ വയറു നിറച്ച് കൊടുക്കുമെന്നും ബാക്കി എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ബാക്കി ആരും ഒന്നും തന്നെ മിണ്ടിയില്ല. അത് പിന്നെ അവിടെ വെയിലുള്ളത് കയറി നിൽക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ അമ്പലത്തിനകത്ത്. ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് അവിടെ എവിടെയെങ്കിലും മാറി നിന്നാൽ മതിയെന്ന്. സനൂഷ പെട്ടെന്ന് അവരെ നോക്കി പറഞ്ഞു. അതിന് നന്ദ അവളെ കളിയാക്കുന്നത് പോലെ ഒന്ന് തലയാട്ടി. എങ്കിൽ പിന്നെ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്കെല്ലാവർക്കും അമ്പലത്തിലേക്ക് പോകാം. മുത്തശ്ശി എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവരും വീണ്ടും തലയാട്ടി. ഇതാരാ? ഇതാണോ ദേവച്ചന്റെ മോള്? സനൂഷ ഷീതുവിനെ നേരെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. പറഞ്ഞതുപോലെ നീ ദേവന്റെ മോളെ പരിചയപ്പെട്ടില്ലല്ലോ. ഇതാ ശീതള്, നിന്റെ ചേച്ചി. മുത്തശ്ശി വീണ്ടും അവളെ നോക്കി പറഞ്ഞു. അവള് ഷീതുവിന്റെ മുഖത്തേക്ക് നോക്കി. ഷീതു അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവള് തിരികെ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. കുറച്ചു ദിവസം ഇവിടെ കാണില്ലേ? അവള് ഷീതുവിനെ നോക്കി ചോദിച്ചു. അതിന് കാണുമെന്നുള്ള അർത്ഥത്തിൽ അവൾ സനൂഷയുടെ മുഖത്തേക്ക് നോക്കി തലയാട്ടി. ഇപ്പൊ തീരെ സമയമില്ല, നമുക്ക് വഴിയെ പരിചയപ്പെടാം. സനൂഷ എന്തോ വലിയ കാര്യം പോലെ അവളെ നോക്കി പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. സാധനത്തിന്റെ പത്രാസ് കണ്ടില്ലേ? അത് ഇഷ്ടപ്പെടാത്തതുപോലെ വീണ പറഞ്ഞു. എന്തോ ആണെന്നുള്ള ഭാവം കാണിക്കുക. ആരുഷി അത് ഏറ്റു പറഞ്ഞു. സനൂഷ ചേച്ചി ഇപ്പോൾ ഷീതു ചേച്ചിയെ പരിചയപ്പെടണമെന്ന് ആർക്കും ഇവിടെ നിർബന്ധമില്ല. ചേച്ചി പരിചയപ്പെട്ടില്ലെങ്കിലും ദേവച്ചന്റെ മോൾ ഇവിടെ തന്നെ കാണും. നന്ദ അവളെ കളിയാക്കുന്നത് പോലെ പറഞ്ഞതും അവള് പറയുന്നത് കേട്ട് എല്ലാവർക്കും ചിരി വന്നു. സനൂഷയാണെങ്കിൽ ആകെ ചമ്മി നാറിയതുപോലെയായി. ഇനി എല്ലാവരും നിന്ന് സമയം കളയണ്ട, കാറിലേക്ക് കയറിക്കേ, അമ്പലത്തിലേക്ക് പോകാം. മുത്തശ്ശി പറഞ്ഞതും എല്ലാവരും തലയാട്ടി. ഞാൻ ഷീതു ചേച്ചിയുടെ കൂടെ വരുന്നുള്ളൂ. നന്ദ ആദ്യമേ തന്നെ പറഞ്ഞു. ഞങ്ങളും ആ കാറിലേ വരുള്ളൂ. വീണയും ആരുഷി അത് ഏറ്റുപിടിച്ചു. അതും കൂടി കേട്ടതും സനൂഷയുടെ മുഖം കടന്നല് കുത്തിയതുപോലെ വീർത്തു. ഏതെങ്കിലും കാറിലങ്ങോട്ട് കയറിക്കേ പിള്ളേരെ. സീത പറഞ്ഞതും അവര് 3 പേരും കൂടി ഒരു കാറിലാണ് കയറിയത്. സനൂഷയാണെങ്കിൽ ഇതൊന്നും കണ്ട് തീരെ ഇഷ്ടപ്പെടാത്തതുപോലെ അവളുടെ കാറിന്റെ അടുത്തേക്ക് നടന്നു. കുട്ടികളും അവളും കാറിലേക്ക് കയറിയതും റിനോഷ് കാർ അമ്പലത്തിലേക്ക് തിരിച്ചു. അതിന് തൊട്ടു പുറകിലായി പിള്ളേർ സെറ്റ് കയറിയ കാറും എടുത്തിരുന്നു. കുറച്ചു നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവർ കുടുംബക്ഷേത്രത്തിൽ എത്തിയിരുന്നു. എല്ലാവരും കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. വാ ചേച്ചി, നന്ദ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛാ. ദേവനെ കണ്ടതും അവൾ ദേവന്റെ അടുത്തേക്ക് ചെന്നു. എന്താ മോളെ? അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു. അതച്ഛാ, ഞാൻ അമ്പലത്തിലേക്ക് കയറുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് തൊഴാനൊന്നും അറിയില്ല. അവൾ വിഷമത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. നന്ദ നിനക്കെല്ലാം പറഞ്ഞു തരും. പിന്നെ നീ അമ്പലത്തിൽ കയറുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിന്റെ കുടുംബക്ഷേത്രം അല്ലേ ഇത്? അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിരിച്ചുകൊണ്ട് തലയാട്ടി. അതേ മാരുഷിയും വീണയും ഷീതുവിന്റെ ഇടവും വലവുമായിട്ടാണ് നിൽക്കുന്നത്. സനൂഷയ്ക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് ശരീരം വിറഞ്ഞു കയറുന്നുണ്ടായിരുന്നു. ഷീതുവിന്റെ സൗന്ദര്യവും അവളുടെ മുഖത്ത് ഐശ്വര്യവും അവളുടെ മുടിയും അവൾ ഉടുത്തിരിക്കുന്ന സാരിയും എല്ലാം കണ്ടതും സനൂഷയ്ക്ക് എന്തോ പോലെയൊക്കെ തോന്നി തുടങ്ങി.
മാത്രമല്ല അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ വന്നിരുന്ന പുരുഷന്മാരുടെ ഒക്കെയും കണ്ണുകൾ ഷീതുവിൽ പതിഞ്ഞു. അവളെ ആദ്യമായിട്ട് ആ സ്ഥലത്ത് കണ്ടതുകൊണ്ടാണോ, അവളുടെ മുഖത്തെ ആ സൗന്ദര്യം കണ്ടിട്ടാണോ, അവരെല്ലാവരും അവളെ തന്നെ നോക്കുകയായിരുന്നു. അവളേക്കാൾ കൂടുതലായിട്ട് ആഭരണങ്ങളും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് താൻ വന്നിട്ടും തന്നെ ഒന്നും നോക്കാതെ അവളെ മാത്രം എല്ലാവരും നോക്കുന്നത് കണ്ട് സനൂഷയ്ക്ക് എത്ര പിടിക്കുന്നുണ്ടായിരുന്നില്ല. എന്തിനധികം പറയുന്നു, റിനോഷ് പോലും ഷീതുവിനെ നോക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. വീണയുടെയും ആരുഷിയുടെയും നന്ദയുടെയും ഒക്കെ കൂടെ അമ്പലത്തിന് ചുറ്റും നടന്നു തൊഴുകയായിരുന്നു അവൾ. ആ സമയം അവളുടെ മനസ്സിൽ തൻ്റെ അച്ഛനെയും അമ്മയും കണ്ടെത്തി തന്ന ദൈവങ്ങളോടുള്ള നന്ദിയും തൻ്റെ കുഞ്ഞിനെയും മിജായനെയും ആ കുടുംബത്തെയും ഓർത്തുള്ള പ്രാർത്ഥനയും മാത്രമായിരുന്നു. അവൾക്ക് തൊഴാനൊന്നും അറിയില്ലെങ്കിലും അവരും മൂന്നുപേരും ഒക്കെ ചെയ്യുന്നത് പോലെ അമ്പലത്തിന് ചുറ്റും നടന്ന് ഭഗവാന്റെ മുൻപിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുകയായിരുന്നു ഷീതു. സനൂഷയും അവരുടെ ഒപ്പം തന്നെ ഉണ്ടെങ്കിലും ആരും തന്നെ അവളെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. റിനോഷ് അവളുടെ ഒപ്പം തന്നെ നടക്കുന്നുണ്ട്. അവന്റെ കണ്ണുകളും ആ 4 പെൺപിള്ളേരിലാണ്. നോക്കി നോക്കി അവൻ അമ്പലത്തിലുണ്ടായിരുന്ന ഒരു കല്ലിൽ തട്ടി വീഴാൻ തുടങ്ങി. എന്നാൽ അവൻ വീഴുന്നതിന് മുൻപേ തന്നെ സനൂഷ അവനെ പിടിച്ചിരുന്നു. അവളുമാരുടെ മോന്തയ്ക്ക് നോക്കി നടക്കാതെ നേരെ അങ്ങോട്ട് നോക്കി നടക്കും മനുഷ്യ. എല്ലാ ദേഷ്യവും കൂടി അവന്റെ അടുത്ത് തീർക്കായിരുന്നു സനൂഷ. ചേച്ചി വാ, നമുക്ക് അമ്പലക്കുളത്തിൽ പോയിട്ട് വരാം. അവിടെ ഒരുപാട് ആമ്പലും താമരയും ഒക്കെ ഉണ്ട്. നന്ദ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി അമ്മയുടെ കൈ കൊടുത്തിട്ട് വരാവേ. ആരുഷി പറഞ്ഞുകൊണ്ട് അവരെ നോക്കിയതും അവർ തലയാട്ടി. അവൾ കുഞ്ഞിനെയും കൊണ്ട് സീതയുടെ ശാന്തിയുടെ അടുത്തേക്ക് നടന്നു. പേരെന്താണെന്നാ പറഞ്ഞത്? അവളെ കാത്തു നിൽക്കുന്ന സമയം കൊണ്ട് റിനോഷ് ഷീതുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ശീതൾ. അവളൊരു പുഞ്ചിരിയോടെ തിരികെ മറുപടി നൽകി. അത് കേട്ടതും സനൂഷയുടെ മുഖത്ത് ഒരു ലോഡ് പുച്ഛമായിരുന്നു. ക്രിസ്ത്യാനിയാണല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നേ? വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരിയോട് ചോദിച്ചു. അതിനവളാണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. അതിപ്പോ ദേവച്ചന് ഏതൊരു ക്രിസ്ത്യാനി പെണ്ണിനല്ലേ ശീതൾ ഉണ്ടായത്? അതുകൊണ്ടായിരിക്കാം ക്രിസ്ത്യാനിയായിട്ട് തന്നെ വളർന്നത് അല്ലേ? അല്ല, എന്നിട്ട് ദേവച്ചൻ സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചോ? തൻ്റെ അമ്മയെ? അവൾ സംശയത്തോട് ചോദിച്ചു. അതുകൊണ്ടൊന്നുമല്ല, ഞാൻ വളർന്നത് പള്ളിയിലൊരു മഠത്തിലാ. അതുകൊണ്ടാണ് ഞാൻ ആ വിശ്വാസത്തിലേക്കായത്. അവൾ തിരികെ സനൂഷയ്ക്ക് മറുപടി നൽകി. ഓ, അങ്ങനെയായിരുന്നോ? ഞാൻ വിചാരിച്ചു. അവൾ ബാക്കി പറയാതെ നിർത്തി. അല്ല, നന്ദൻ നിർത്തിച്ചു എന്ന് പറയാം. ചേച്ചി കുറച്ച് കൂടുതൽ വിചാരിക്കും. അല്ലെങ്കിലും ചേച്ചിക്ക് ചേച്ചിയുടെ കാര്യങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങളാണല്ലോ താല്പര്യം. അതുകൊണ്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത വിചാരങ്ങളൊക്കെ വരുന്നത്. അവരവരുടെ കാര്യം നോക്കി ജീവിച്ചാൽ ഇങ്ങനത്തെ വിചാരങ്ങളൊന്നും ഉണ്ടാവില്ല ചേച്ചി. നന്ദ അവളെ നോക്കി മറുപടി നൽകിയതും അവൾ അയ്യടാനായി. അതിന് ഞാൻ നിന്നോടല്ലല്ലോ ചോദിച്ചത്, ചേച്ചിയോടല്ലേ. അവൾ തിരികെ നന്ദയെ നോക്കി മറുപടി പറഞ്ഞു. ആരോട് ചോദിച്ചാലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. കേട്ടതുകൊണ്ട് അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. നന്ദ തിരികെ പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. അപ്പോഴേക്കും ആരുഷി കുഞ്ഞിനെ കൊടുത്തിട്ട് അവിടേക്ക് വന്നിരുന്നു. നമുക്ക് അമ്പലക്കുളത്തിൽ പോവാം. ആരുഷി പറഞ്ഞത് അവരെല്ലാവരും തലയാട്ടി. ശേഷം എല്ലാവരും കൂടി കുളത്തിന്റെ അടുത്തേക്ക് നടന്നു. അവർ 4 പേരും കൂടി മുമ്പിലാണ് നടന്നത്. പുറകിലായിട്ട് സനൂഷയും അവളുടെ ഭർത്താവും. ഷീതു ഒരു സൈഡിലായിട്ടായിരുന്നു നടന്നു വന്നിരുന്നത്. അവരോട് വർത്തമാനം പറഞ്ഞ് ചിരിച്ചു കളിച്ച് വരികയായിരുന്നു അവൾ. പെട്ടെന്നാണ് അവൾ ആരോ ചെന്ന് ഇടിച്ചത്. സോറി. അവൾ തിരിഞ്ഞു നിന്ന് അയാളെ നോക്കി പറഞ്ഞു. ഒരു ബ്ലാക്ക് കളർ ഷർട്ടും റെഡ് കളർ കൈലിയുമായിരുന്നു അവന്റെ വേഷം. കഴുത്തിലൊരു രുദ്രാക്ഷമാല കിടപ്പുണ്ട്. വലത് കൈയിലൊരു ഇടിവളയും നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബോഡിയും കട്ടിക്ക് വെച്ചിരിക്കുന്ന താടിയും മീശയും. സോറി പറയുന്നത് കേട്ടതും അവൻ തല ചരിച്ചു വെച്ച് അവളെ നോക്കിയൊന്ന് മീശ പിരിച്ചു. എടീ, ഇത് മറ്റേ വിഷ്ണുനാഥനല്ലേ? ആര്യ പതിയെ നന്ദയുടെ ചെവിയിൽ പറഞ്ഞു. ആണെന്നേ, ഇവൻ ഇത്ര ലുക്കായോ? കൊലക്കേസി ജയിലിൽ പോയ സമയത്ത് ഇവൻ ഇത്രയും ലുക്കില്ലായിരുന്നല്ലോ. നന്ദ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു. ഷീതു സോറി പറഞ്ഞിട്ടും അവൻ ഒന്നും തന്നെ മിണ്ടിയില്ല. ഗൗരവത്തോടെ അവളെ ഒന്ന് അടിമുടി നോക്കി മീശ പിരിച്ചതിന് ശേഷം അവൻ കുറച്ച് മുൻപിലേക്ക് നടന്നതും പെമ്പിള്ളേർ അമ്പലക്കുളത്തിന്റെ അടുത്തേക്ക് നടന്നു. ആരാ? സോറി പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ നോക്കിയിട്ട് പോയി. ഷീതു അവരെ നോക്കി ചോദിച്ചു. അവ ഇവിടുത്തെ ഗുണ്ടയാ ചേച്ചി. ഗുണ്ട മാത്രമല്ല, പെണ്ണുകേസിലൊക്കെ ജയിലിൽ പോയിട്ടുള്ളവനാ. കണ്ടില്ലേ അവന്റെ നോട്ടവും ഭാവവും രീതിയും ഒക്കെ? നന്ദ അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. അയ്യോ, അപ്പൊ ഞാനിനി ചെന്ന് അറിയാതെ ഇടിച്ചത് പ്രശ്നമാകുമോ? അവൾ പേടിയോട് ചോദിച്ചു. എന്ത് പ്രശ്നമാവാൻ? ഒരു പ്രശ്നവും ഇല്ല. മറ്റുള്ളവരോട് കളിക്കുന്ന പോലൊന്നും അവൻ നമ്മുടെ തറവാട്ടിൽ കയറി കളിച്ചാ അതവന്റെ അവസാനത്തെ കളിയാണെന്ന് അവന് നന്നായിട്ട് അറിയാം. നന്ദ വീണ്ടും പറഞ്ഞതും അവൾ തലയാട്ടി. അവരവനെ ശ്രദ്ധിക്കാതെ മുൻപിലേക്ക് നടന്നു. എന്നാൽ റിനോഷ് അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിയതും അവൻ ഷീതുവിനെ തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. റിനോഷ് അങ്ങോട്ടേക്ക് നോക്കുന്നത് കണ്ടതും അവൻ പുരികം പൊക്കി എന്താണെന്ന് ഗൗരവത്തോട് ചോദിച്ചു. അത് കണ്ടതും റിനോഷ് പേടിച്ചു പോയി. പെട്ടെന്ന് തന്നെ ഇളിച്ചു കാണിച്ചുകൊണ്ട് ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ ചുമലനക്കി കാണിച്ചു.